പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടെ വേദന ഉള്ളതുകൊണ്ട് കൈ പ്രസ് ചെയ്യാൻ പറ്റില്ല, കൃത്യമായി വെക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഒരു 8 മാസത്തോളം വേദന തന്നെ, കടുത്ത വേദന. ഇപ്പം ഡോക്ടറെ അടുക്കിലേക്ക് പോകാൻ വലിയ താല്പര്യവുമില്ല. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി ബ്രദർ ലൈവിൽ പറഞ്ഞു, പിന്നെ കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു എന്ന് ക്രൂശിൽ പീഡാനുഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൈ എത്തുന്നില്ലെങ്കിൽ കൂടിയും ഞാൻ കർത്താവിൻ്റെ ക്രൂശിൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച സമയത്ത് എനിക്കൊരു വൈബ്രേഷൻ ഉണ്ടായി. ആ സമയത്ത് എൻ്റെ കടുത്ത വേദന മാറി. അതെനിക്ക് ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ചെറുതാണെങ്കിൽ എനിക്കത് വലിയൊരു സാക്ഷിയാണ്. കാരണം അത്രയും വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു. എനിക്ക് കൃത്യമായി അത് തടവി വേദന കയ്യെത്താറില്ല. അത് ഭയങ്കര മനസ്സിനും വേദന, ശരീരത്തിനും വേദനയാണ്. അപ്പം എൻ്റെ ആ വേദന കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് 8 മാസമായി കടുത്ത വേദന. 8 മാസമായിട്ട് പറഞ്ഞു കേട്ടില്ലേ, കൈ ഇവിടുന്ന് തൊടാനോ വേദന ഉണ്ട്. ഈ ഭാഗത്ത്, ഈ നട്ടലിൻ്റെ ഭാഗത്ത് കൈ കൃത്യമായി ബ്രദർ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ എനിക്ക് കൈ എത്താറില്ല. എങ്കിലും ഇവിടെ ആ സ്ഥാനം കൈ എത്താത്ത സ്ഥാനമാണ്. ഇവിടെ നടുവിൽ നമുക്ക് സ്വന്തമായി കൈ എത്തുവാൻ പറ്റില്ല. അങ്ങനെ ആ സൗഖ്യം ദൈവം മാർച്ച് 3-ാം തീയതി തന്ന ആ സാക്ഷ്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വേദന നിവർത്തി നോക്കുന്ന സമയത്തും കർത്താവ് അത് എടുത്തു മാറ്റി. മുട്ടിനിപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ടേ ഉള്ളൂ വേദന. ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു ടച്ചിങ്ങും ദൈവത്തിൻ്റെ പ്രസൻസ് സ്പർശനുണ്ടായി. ജോലി ചെയ്തുകൊണ്ടിരുന്നത് ബാക്കിലെ വേദന കാരണം തൊടാൻ പോലും പറ്റിയില്ല. അതുപോലെ അത് നമുക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും പോലും കൈ പോലും എത്തത്തില്ല. അതേപോലെ കൈ അനക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഒരു ദിവസം കർത്താവിൻ്റെ ക്രൂശിലെ പീഡകൾ, ആ മുറിവിനെ ധ്യാനിക്കുന്ന ഒരു വചന ധ്യാനം അത് കേട്ടു. ആ സമയത്ത് സഹോദരി എന്ത് ചെയ്തു, ഏറ്റെടുത്തു. ആ നിമിഷം മുതൽ ആ വേദന അവിടുന്ന് മാറി. പ്രിയ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ആ തൊടാൻ പോലും കഴിയാതെ അത്രത്തോളം കഠിന വേദനയായിരുന്നു. യേശുവിൻ്റെ അത്ഭുതത്തെ കർത്താവ് അവിടെ ചെയ്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇത്രയും ദൂരെ നിന്ന് നിങ്ങൾ രണ്ടുപേരെയും കർത്താവ് കൊണ്ടുവന്നല്ലോ. ഗോഡ് ബ്ലസ് യു. നമുക്ക് അതിലെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വില കൊടുത്ത് വരുമ്പം കർത്താവിനൊന്നും കാണുന്നില്ലെന്നല്ല, ദൈവം എല്ലാവരെയും മാനിക്കും കേട്ടോ. കരങ്ങൾ ഉയർത്തി